മുരിങ്ങൻ്റെ ഇലയൊക്കെ ഇതാ നല്ലോണം വെന്ത് വന്നേന് ട്ടോ. തേങ്ങയും മുരിങ്ങൻ്റെ ഇലയൊക്കെ നല്ലോണം മിക്സ് ആയിട്ട് വെന്ത് വന്നേനെ കണ്ടില്ലേ നിങ്ങൾ. ചെറുതായിട്ടൊന്ന് അടി പിടിച്ചതിന് ട്ടോ തേങ്ങ മാത്രം. ഏതായിട്ടും മുരിങ്ങൻ്റെ ഇലയൊക്കെ നല്ലോണം വെന്ത് വന്നേണെന്ന് വെച്ച് തോന്നിയപ്പോഴേ കൈക്കലാണ്ടം കൂട്ടി പിടിച്ചായിട്ട് ഞാൻ തീമെന്ന് ഇങ്ങോട്ട് ഇറക്കിയായിട്ട് ഔത്തെടുത്ത് കൊണ്ടുവച്ചിട്ടോ. ഞാൻ ചട്ടിൻ്റെ ചൂട് നിന്നായിട്ട് കുറച്ച് നേരം അങ്ങനെയും വെന്തോളൂ ട്ടോ. അങ്ങനെ നമ്മളെ മുരിങ്ങൻ്റെ ഒരു ഒലത്തൽ ഇവിടെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഉണ്ടാക്കണമെന്ന് അറിയില്ല. ഞങ്ങൾക്ക് മീൻ വാങ്ങിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് ആ മീൻ പൊരിച്ചുണ്ടാക്കണം കേട്ടോ. അങ്ങനെ ആ മീനിൽ നിന്ന് ഞാൻ ഇച്ച് മാത്രം കുറച്ച് മീൻ ഇങ്ങോട്ട് എടുത്തിട്ടോ. ഈ മീനാകുമ്പോൾ ഒരു സുഖം എന്ന് പറഞ്ഞാൽ കാട്ടം കളയാനും നന്നാക്കാനും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് ഇപ്പം പൊടി മുളമ്പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെളിച്ചെണ്ണയും പറഞ്ഞ് നല്ലോണം കുഴച്ചിട്ടോ മീനൊക്കെ. അങ്ങനെ ആ കായൊക്കെ എല്ലാ മീനുമേലും നല്ലോണം പൊടിച്ചേക്ക് ഇങ്ങോട്ട് കിട്ടണം കേട്ടോ നമുക്ക്. പിന്നെ നേരെ അടുപ്പത്തേക്ക് ചീഞ്ചട്ടി കയറ്റി വെച്ചാട്ടായി കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു കൊടുത്തിട്ടോ. അപ്പോഴത്തേനും ഒരു തൽക്കാലം അയച്ച് തിരിച്ച് കടലെടുത്തിട്ടുണ്ടായിട്ടോ അടുപ്പത്ത്. അപ്പോൾ ഞാൻ അയച്ച് തിരിച്ചെത്തിച്ചാൻ വേണ്ടി കുറച്ച് ഓലോടി ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ നല്ലോണം ഇങ്ങോട്ട് പുകട്ട് ഉടലിട്ട് അടുപ്പിനൊക്കെ. ഓലോടിയൊക്കെ തണുത്തതായതുകൊണ്ടേ കത്തി പിടിച്ചാൽ കുറച്ച് മനക്കടുണ്ട് കേട്ടോ. അങ്ങനെ ആ ചീഞ്ചട്ടിയും വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നപ്പോൾ നമ്മൾ കായം കൂട്ടി വെച്ച് മീൻ നേരേക്ക് ചെരിഞ്ഞെടുത്തിട്ടോ. ഇങ്ങോട്ട് പിന്നെ തലങ്ങും പെലങ്ങും നല്ലോണം ഇളക്കി എടുത്തിട്ടോ. ഞാൻ മീൻ ആ വെളിച്ചെണ്ണ കിടന്നിട്ട് നല്ലോണം മൊരിഞ്ഞ് ഇങ്ങോട്ട് വരണട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ ഇളക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മീൻ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടോ. അങ്ങനെ അടുപ്പത്തു നിന്നാവും നേരെ എടുത്തായിട്ട് ഔത്ത് കൊണ്ടുവച്ചിട്ടോ. പിന്നെ നേരെ വിട്ടിട്ടുള്ള അപ്പം എൻ്റെ ബായൻ്റെ അടുത്ത് പോയിട്ട് അതിൽ നല്ലൊരു ഇല നോക്കിയിട്ട് വെട്ടി കൊണ്ടുവന്നിട്ടോ. പിന്നെ അടുപ്പത്തുള്ള ആ കണലിൽ വെച്ചായിട്ട് നല്ലോണം ബാട്ടി ഇങ്ങോട്ട് എടുത്ത് എല്ലാ സൈഡും നല്ലോണം ബാടി വരണട്ടോ. അപ്പോഴേട്ടോ നമ്മൾ ചോറ് പൊതിയുമ്പോൾ ആ ഇല പൊട്ടാതൊക്കെ ഉള്ളും. ഇത് കണ്ടില്ല ഞങ്ങൾ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് നല്ലോണം ഒലഞ്ഞ് കിട്ടിയേട്ടോ. അങ്ങനെ തിരുമ്പിക്കുളി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ ചോറ് വിളമ്പലെടുത്തിട്ടോ. മുരിങ്ങൻ്റെ ഇല ഒലത്തിയതും മീനും ഒക്കെ ഉള്ളതുകൊണ്ടേ 2-3 കയ്യിൽ ചോറ് വിളമ്പീനിട്ടോ. നാലും എപ്പോഴാണ് തിന്നാന്നൊന്നും പൊടിയില്ല കേട്ടോ. ചിലപ്പോൾ നേരത്തെ തിന്നും, ചിലപ്പോൾ കുറേ നേരം പൊങ്ങിയായിട്ടേ തിന്നുള്ളൂ കേട്ടോ. ആസ്പത്രിയിലായതുകൊണ്ടേ ഒക്കെ ഓരോരുത്തർ വരുന്നതിനനുസരിച്ച് ഉണ്ടാവും കേട്ടോ. ചിലപ്പം ചോറൊക്കെ കേടന്നായിട്ട് ഒഴിവാക്കലും ഉണ്ട് കേട്ടോ. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ചിലപ്പോൾ 2-3 വട്ടമൊക്കെ കജ്ജം കിട്ടും. ഒരട്ടം കഗ്ഗുമ്പോൾ അടുത്ത ആൾ വരും, അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകും. പിന്നെ അടുത്തട്ടം കഗ്ഗുമ്പോഴത്തിന് വേറെ ആൾ വരും, അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകും. ഈ തോതനാണ് കേട്ടോ നമ്മളെ കാര്യം. ഏതായിട്ടും മുരിങ്ങൻ്റെ ഇല മീനും ഒക്കെ നല്ലോണം വിളമ്പീന് കേട്ടോ. ഊറ്റത്തിൽ തന്നെ ഇട്ടോ എടുത്തതൊക്കെ. എപ്പോഴാണ് തിന്നാന്നൊന്നും പൊടിയില്ല കേട്ടോ. അങ്ങനെ ചോറും മുരിങ്ങൻ്റെ ഇലയും മീനും ഒക്കെ നല്ലോണം വിളമ്പിയായിട്ട് പിന്നെ ദാച്ചേക്ക് പൊതിഞ്ഞിട്ടോ. അങ്ങനെ നമ്മളെ പൊതിയലിൻ്റെ ഇടയിൽ ബായൻ്റെ ഇല ചെറുതായിട്ടൊന്ന് പൊട്ടിട്ടോ. ഇങ്ങോട്ട് മീനൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തലാട്ടി നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇപ്പം വെച്ച് വേറെ ബായൻ്റെ ഇല ബാട്ടിണ്ടാക്കാനൊന്നും ആവില്ല വിചാരിച്ചാട്ട് അതിൽ തന്നെ കെട്ടി പൊതിഞ്ഞുണ്ടാക്കിട്ടോ. എന്നിട്ട് ആ ഒരു കീസിലാക്കിയിട്ട് നല്ലോണം കെട്ടി ഭദ്രാക്കിയിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടോ. പിന്നെ നേരെ എൻ്റെ ബാഗൊക്കെ എടുത്തായിട്ട് ബാഗിലാക്കിട്ടോ. ചോറ്റുമ്പൊതി ബാഗിലാക്കി പിന്നെ വണ്ടിമേ കയറി നേരെ ഇറങ്ങിട്ടോ. 6:30 ആയപ്പോഴത്തിന് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് 6:50 കറക്റ്റിന് പഞ്ച് ചെയ്തായിട്ട് 7 ആയപ്പോഴത്തിന് പണിക്ക് ഇറങ്ങിട്ടോ. അങ്ങനെ പേഷ്യൻ്റൊക്കെ ഒതുങ്ങി തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞപ്പോഴത്തിന് നേരെ 1:45 1:45 ഞങ്ങൾ ഓരോരുത്തരായിട്ട് ചോറൊന്നും അങ്ങനെ കയറലെടുത്തിട്ടോ. ഇപ്പം മഴക്കാലമായതുകൊണ്ട് എല്ലാവർക്കും ഓരോരോ കൊണക്കടാണ് കേട്ടോ. എന്നും തിരക്കന്നെ കേട്ടോ. ഇപ്പം ഏതായിട്ടും മുരിങ്ങൻ്റെ ഇലയിലും മീനിലും ചെറുതായിട്ടൊന്ന് ഇപ്പ് കൂടിന് കേട്ടോ. വേറെ തിരക്കടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ചോറയിപ്പ് കഴിഞ്ഞ് പിന്നെയും പണിക്കിറങ്ങിട്ടോ.